ഇന്ന് അവൻ ഒരു ഭാരമാകുന്നു. വലിച്ചെറിയപ്പെടുന്ന ഈ മൂല്യങ്ങൾ അവനിൽ സൃഷ്ടിക്കുന്നത് ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ നൊമ്പരങ്ങളാണ്. രക്തബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഇന്ന് അർത്ഥശൂന്യങ്ങളായ പദങ്ങൾ മാത്രമായി തീരുമ്പോൾ സമ്പന്ന സംസ്കാരത്തിന് ഉടമകളായ നാം വിരലിലെണ്ണാവുന്ന മൂല്യങ്ങൾ പോലും സ്വന്തമാക്കാതെ നഷ്ടം തിരിയുമ്പോൾ ദൈവം നമുക്കായി കാത്തുവെച്ച നന്മയുടെ സ്നേഹബന്ധങ്ങൾ നാം തിരിച്ചറിയണം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി തിന്മയുടെ കൂട്ടുപിടിക്കുമ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെ നാം തിന്മയുടെ മാസ്മരിക വലയത്തിൽ പെട്ടുപോവുകയാണ്. സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിതന് വില കൽപ്പിച്ചിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലു തന്നെയുണ്ടല്ലോ. നല്ല സൗഹൃദം വിശുദ്ധമായ ആരാധനയാണ്. നല്ല സുഹൃത്തുക്കൾ അതിൽ തെളിയുന്ന ദീപങ്ങളും. ഓരോ സുഹൃത്തും ഓരോ പാഠപുസ്തകമാണ്. മനസ്സുകൊണ്ട് മനസ്സിരുത്തി വായിക്കേണ്ട പാഠപുസ്തകം. എന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ എനിക്ക് എന്ത് ലാഭമെന്ന ചിന്തയിലുപരി എന്റെ കൂട്ടുകാരനും അവന്റെ വീട്ടുകാർക്കും എനിക്ക് എന്ത് നൽകാനാകുമെന്ന ചിന്തയിലൂടെ ഓരോരുത്തർക്കും ഒന്നിൽ കൂടുതൽ മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് ഒരുപാട് മക്കളെയും ലഭിക്കുന്നു. മാതാപിതാക്കൾ സൗഹൃദങ്ങളുടെ കാവൽക്കാരാകുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങളുടെ പവിത്രതയും ആത്മാർത്ഥതയും പതിന്മടങ്ങ് വർദ്ധിക്കുന്നു. വിശുദ്ധ ചാവറേച്ചൻ പറഞ്ഞതുപോലെ നിന്റെ കൂട്ടുകാരെല്ലാം എന്ന് നീ പറഞ്ഞു. ആരാണെന്ന് ഞാൻ പറയാം. ചാവറേച്ചന്റെ ഈ ദീർഘവീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ വിഷയത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം.